റെയിൽവേ മന്ത്രാലയത്തിനുള്ള നിവേദനത്തിലെ ഒപ്പുശേഖരണം ഒക്ടോബർ 10-ന് പൂർത്തീകരിക്കും. കായംകുളം റെയിൽവേ ജംഗ്ഷൻ വഴി കടന്നുപോകുന്ന വന്ദേ ഭാരത്, രാജധാനി ഉൾപ്പെടെയുള്ള 12 സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക, സ്റ്റേഷൻ നവീകരണം പൂർത്തീകരിക്കുക, റെയിൽവേ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകുന്നത്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 5000-ഓളം പേർ ഒപ്പിട്ടതായി ഭാരവാഹികൾ അറിയിച്ചു. കായംകുളം റെയിൽവേ ജംഗ്ഷൻ വഴി കടന്നുപോകുന്ന വന്ദേ ഭാരത്, രാജധാനി ഉൾപ്പെടെയുള്ള 12 സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക, അമൃത പദ്ധതിയിൽ നടത്തുന്ന സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കുക, തകർന്നു കിടക്കുന്ന റെയിൽവേ റോഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കുക തുടങ്ങിയ ജംഗ്ഷൻ വികസനത്തിന് ആവശ്യമായ 26 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റെയിൽവേ മന്ത്രാലയത്തിന് കായംകുളം റെയിൽവേ ആക്ഷൻ കൗൺസിൽ നിവേദനം നൽകുന്നത്. ഇതിന്റെ ഭാഗമായാണ് 1,00,000 ലക്ഷം പേരുടെ ഒപ്പുകൾ സമാഹരിച്ച് റെയിൽവേ മന്ത്രാലയത്തിന് നൽകുന്നത്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 5000-ഓളം പേർ ഒപ്പിട്ടതായി ഭാരവാഹികൾ പറഞ്ഞു. LDF നിയോജകമണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് എ ഷാജഹാൻ, കാദീശ ഓർത്തഡോക്സ് ചർച്ച് വികാരി കോശി മാത്യു, സഹവികാരി ബിനോയ് ഈശോ, വേൾഡ് പീസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജനാർദ്ദനക്കുറുപ്പ്, കുമ്പളത്ത് മധുകുമാർ, DYSP ഓമനക്കുട്ടൻ തുടങ്ങി നിരവധി പേർ ആശംസയുമായി എത്തി. നമ്മുടെ കായംകുളം പട്ടണത്തിൻ്റെ വികസനം തീർച്ചയായും റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം കൂടി ചേർന്നതാണ്. കായംകുളം പട്ടണം നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പഴയ ഒരു പട്ടണമാണ്. ഏറ്റവും കൂടുതൽ വികസന സാധ്യത ഉണ്ടായിരുന്ന ഒരു പട്ടണമാണ്. പക്ഷേ പല കാരണങ്ങളാൽ സമീപ പ്രദേശങ്ങൾ വികസിച്ചതനുസരിച്ച് കായംകുളത്ത് വേണ്ടത്ര വികസനം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് കായംകുളം ഒരു റെയിൽവേ ജംഗ്ഷനായി മാറിയത്. തീരദേശ റെയിൽവേ വന്നപ്പോൾ കായംകുളം റെയിൽവേ ജംഗ്ഷനായി. അതോടുകൂടി ഒരു ജംഗ്ഷൻ ഉണ്ടാകേണ്ടുന്ന പ്രാധാന്യം, അതിനനുസരിച്ച റെയിൽവേ വികസനം നമുക്കിവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരിതാപകരമായ ഒരു കാര്യം. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്നും കായംകുളം റെയിൽവേ ജംഗ്ഷനിലെത്തുന്ന യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം ആവശ്യപ്പെടുന്ന നിവേദനത്തിൽ ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, മാവേലിക്കര, അടൂർ നിയോജകമണ്ഡലങ്ങളിലെ MLA-മാർ, നഗരസഭാ ചെയർമാൻമാർ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം പേരുടെയും ഒപ്പുകൾ ശേഖരിച്ച് ഒക്ടോബർ 10-ന് ഒപ്പുശേഖരണം പൂർത്തീകരിക്കും. തുടർന്ന് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് നിവേദനം സമർപ്പിക്കും. ഒരു പൊൻതൂവൽ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ജനകീയ നേതാവായ യു മുഹമ്മദ് അറുകളാണ് ഇതിനെല്ലാം മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത്. അതിനാദ്യമായി തന്നെ ഞാൻ ഒരു അഭിനന്ദനം അർപ്പിക്കുന്നു. ബാക്കിയുള്ളവരൊന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളവരുടെ എല്ലാ കൂട്ടായ്മയുണ്ട്. അതിനകത്ത് വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇവിടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി കൂടുതലില്ല. ഞാൻ ഈ കായംകുളത്ത് തന്നെയാണ് ഇതുവരെ ജനിച്ച് ഇത്രയും നാളും. അപ്പോൾ ഇവിടുത്തെ കായംകുളത്തിൻ്റെ ശോചനീയാവസ്ഥ എനിക്ക് നല്ലവണ്ണം അറിയാം. ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴായാലും അല്ലാതെ വളരെയധികം വികസനം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കായംകുളം. എല്ലാവരും ഈ സ്ഥലത്താണ് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമുക്ക് ഇവിടെ എല്ലാ ട്രെയിനുകളും നിർത്തുകയാണെങ്കിൽ നമുക്കത് വളരെയേറെ നേട്ടം ഉണ്ടാക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. KC വേണുഗോപാൽ MP നിവേദനത്തിന്റെ പകർപ്പ് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം.